ആഭ്യന്തരമന്ത്രി പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല സാറ് മർക്കസിൽ എന്തിനു വന്നു? വന്യരായ ജിഫിരി മുത്തുക്കോയ തങ്ങളുപ്പാപ്പയുടെ അടുത്ത് എന്തിനു വന്നു? പ്രസക്തമായൊരു ചോദ്യം. വിഷയം ഓപ്പറേഷൻ തൂഫാൻ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മാദക ലഹരിയിൽ വിങ്ങിഞ്ഞെരിയുന്നൊരവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിൽ. എത്ര പിടിക്കാൻ ശ്രമിച്ചാലും മന്ത്രിധാരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് നമ്മളെ സമൂഹത്തെ നശിപ്പിക്കുന്നു, മനുഷ്യനെ നശിപ്പിക്കുന്നു, സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഇല്ലാണ്ടാക്കുന്നു. നല്ലൊരു ശതമാനം കേരളത്തിൻ്റെ പുറത്തുള്ള ജോലിക്കാർ ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ച് ഗൗരവം കൂടിയത് എന്ന് ഞാൻ പറയുന്നു. മദ്യവും മയക്കുമരുന്നും, സ്നോ ഹോൾസ്, ജോയ് പൗഡർ, ആനന്ദപ്പൊടി, ഇതൊക്കെ ഇപ്പോൾ MDM മറ്റുമൊക്കെയായി മാറിയതാണ്. ജോയ് പൗഡർ, ആനന്ദപ്പൊടി, അത് കഴിച്ചാൽ തന്നെ ആനന്ദം, പരമാനന്ദം, ആനന്ദം, സച്ചിദാനന്ദം എല്ലാം മറന്ന് അതിലേക്കങ്ങ് ലയിക്കുകയാണ്. മനുഷ്യന് സമാധാനം കിട്ടാൻ വേണ്ടിയാണ്, താൽക്കാലിക ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ് മദ്യവും മയക്കുമരുന്നൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന എല്ലാവരും. അതിനെ നഖശിഖാന്തം എതിർക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ആദ്യമായി നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടലാണ്. സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനത്തെ പലയിലും പോയി ചാടുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട എല്ലാവരും. ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറയുന്നു, എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്. സമാധാനം ഇല്ലാണ്ടാകുമ്പോഴാണല്ലോ ഇതിലൊക്കെ പോയി പെടുന്നത്. സമാധാനം ഒരു വലിയ വിഷയം തന്നെയാണ് കേട്ടോ. ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് കേൾക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അമ്പലത്തിൽ നിന്ന് അതിരാവിലെ കേൾക്കാം ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ശാന്തിയാണ് അവരാഗ്രഹിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞാൽ മുസൽമാൻ വിളിച്ചു പറയും, അവനും ചൊല്ലും അല്ലാഹുമ്മ അന്തസ്സലാം വ മിങ്കസ്സലാം വ ഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം. സമാധാനത്തിന് വേണ്ടിയാണ് ലോകം കേഴുന്നത്. എങ്കിൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഒരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിൽ ഉരുത്തിരിഞ്ഞ വിഷയം, യുവാക്കൾ, നാട്ടിൻ്റെ നട്ടെല്ലുകളായ യുവസമൂഹം മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും, സ്നോ ഹോൾസ്, ജോയ് പൗഡർ, ബ്രൗൺ ഷുഗർ തുടങ്ങി മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്നത് നിർത്താൻ പറ്റിയ മെഡിസിൻ കണ്ടുപിടിക്കാൻ ഉയർന്ന ഭിഷഗ്വരന്മാരായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ പല ചർച്ചകളും നടന്നു. മനസ്സമാധാനം ഉണ്ടാവാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഇഞ്ചക്ട് ചെയ്ത് നരമ്പ് തേടിപ്പിടിച്ച് ഇഞ്ചക്ട് ചെയ്യുന്നതും ഈ വക മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത് അല്പം സമാധാനം കിട്ടാനാണ്. അപ്പം സമാധാനം കിട്ടാൻ പറ്റിയ ക്യാപ്സൂൾ എന്താണ്, അതിന് പറ്റിയ സിറപ്പ് എന്താണ്, അതിന് പറ്റിയ ടാബ്ലറ്റ്സ് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അവിടെ. പല ചർച്ചകളും നടന്നെങ്കിലും ഒന്നും ഉരുത്തിരിഞ്ഞില്ല. അവസാനം ഉരുത്തിരിഞ്ഞൊരൊറ്റ പ്രമേയമുണ്ട്. മനസ്സമാധാനം കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് ഖുർആൻ പണ്ടേ പറഞ്ഞ അതേ ആശയം ശാസ്ത്രജ്ഞന്മാർ പ്രഖ്യാപിക്കുന്നു. ദൈവസ്മരണ കൊണ്ടേ മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ പറ്റൂ. ഇത് ഖുർആൻ മുമ്പേ പറഞ്ഞൊരു വിഷയമാണത്. ഈ സമയത്ത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മളെല്ലാവരും ഇതിൽ ഭാഗവക്കാവണം. ജനങ്ങൾക്ക് സമാധാനമുണ്ടാകുന്ന അവസ്ഥകൾ പലതുകൊണ്ടും നഷ്ടപ്പെടുന്നത് ഒന്ന് വർഗീയതയാണ്. തൻ്റെ മതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും മറ്റു മതങ്ങളെയൊക്കെ ബഹുമാനിക്കുകയും ചെയ്യാൻ പഠിപ്പിച്ച മുസ്ലിങ്ങൾ
ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എല്ലാ മനുഷ്യരും ബന്ധുക്കളാണെന്ന് പഠിപ്പിച്ച ഹിന്ദുമതം ഒരു ആളിങ്ങോട്ടടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കും, എന്നാൽ പോലും അവൻ ആക്രമിക്കരുതെന്ന് പഠിപ്പിച്ച ബൈബിൾ മതം. പക്ഷേ ജനങ്ങൾ ഖുർആനിൽ നിന്നിറങ്ങിപ്പോയി, ബൈബിളിൽ നിന്നിറങ്ങിപ്പോയി, രാമായണവും ഭഗവത്ഗീതയിൽ നിന്നൊക്കെ ജനങ്ങൾ ഇറങ്ങിപ്പോയി. അവിടെയൊക്കെ ഉള്ളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. കണ്ട വർഗീയതയും പ്രശ്നങ്ങളുമായി അവരങ്ങനെ ജീവിക്കുന്നു. അതവരുടെ ഒരു മുതലെടുപ്പായി കാണുന്നു ഒരു വശം. രണ്ടാമത്തെ വശം ഈ മയക്കുമരുന്നാണ്, MDMഉം അതുപോലെ കഞ്ചാവും മദ്യവും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിന് ഏറ്റവും വലിയ ശാപം. സ്വന്തം ഭാര്യയെ തിരിച്ചറിയാതെ, പെങ്ങളെ തിരിച്ചറിയാതെ, ഉമ്മയെ തിരിച്ചറിയാതെ അപകടകരമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഗവൺമെൻറ് എടുത്ത ഓപ്പറേഷൻ തൂഫാൻ, ആ തൂഫാൻ്റെ വിജയത്തിനു വേണ്ടിയാണ് മതമേലധ്യക്ഷന്മാരായ വന്യരായ ജിഫ്രി തങ്ങളെയും കാന്തപുര ഉസ്താദിനെയും ഒക്കെ ആഭ്യന്തരമന്ത്രി വന്ന് കണ്ടത്. അവരൊക്കെ അതിൽ ഭാഗഭക്കാവുകയാണ്. ഓരോ മനുഷ്യനും, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഓരോരുത്തരും ഓപ്പറേഷൻ തൂഫാനിൽ ഭാഗഭക്കാകണം. അതെവിടെയാണെന്നറിഞ്ഞാൽ ഉടനെ അത് പോലീസിൽ വിവരം അറിയിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായും അത് നിഷ്കാസനം ചെയ്യണം. അതിവിടെ കിട്ടരുത്, കിട്ടുന്നൊരവസ്ഥ വന്നുകൂടാ. ആ നിലയിലാകുമ്പോൾ എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടും. കിട്ടാതിരിക്കുമ്പോൾ എല്ലാവരും രക്ഷപ്പെടും. രക്ഷപ്പെട്ടാൽ നമ്മുടെ നാട്ടിനതൊരു വലിയ ഭാഗ്യമാണ്. നാളത്തെ നാട്ടിൻ്റെ നട്ടെല്ലുകളായ ചുക്കാൻ പിടിക്കേണ്ട യുവസമൂഹം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അതിനെതിരെ ശക്തമായ പോരാട്ടം തന്നെ നടക്കണം. എന്തെങ്കിലും ചെറിയ വിവരം കിട്ടിയാൽ ഉടൻ പോലീസിൽ അറിയിച്ച് അത് പെട്ടെന്ന് ഇല്ലാണ്ടാക്കി തീർക്കണം. ഓരോരുത്തരും, കേരളത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ അഭിമാനത്തോടെ മുന്നോട്ട് പോട്ടെ. ഓപ്പറേഷൻ തൂഫാനോടുകൂടെ നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നും അതുപോലെ സംബന്ധമായ എല്ലാം, ക്രമേണ മദ്യവും എല്ലാം എടുത്തു കളഞ്ഞ് നല്ലൊരു കേരളം, സുന്ദരമായ കേരളം, മനുഷ്യത്വമുള്ളൊരു കേരളം, എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ മുന്നോട്ട് പോകുന്ന നല്ലൊരു കേരളത്തിൻ്റെ ഭാവി നമുക്ക് ആശംസിക്കാം, പ്രതീക്ഷിക്കാം. നമ്മുടെ വരും തലമുറക്ക് നല്ലൊരു കേരളത്തെ സമ്മാനിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.